പോരട്ടെ മോനെ, പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ ചൊരിഞ്ഞിട്ടോളാം എൻ്റെ മോനെ. എന്തുട്ടി കാടെൻ്റെ ദൈവമേ. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയൂ? ഇതേ നോക്കിയാൽ നമ്മുടെ മുമ്പിൽ നോക്കുകയാണെങ്കിലില്ലേ, ഇത് ലക്ഷങ്ങളെക്കാൾ കൂടുതൽ റബ്ബർ ബാൻഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് അത്യാവശ്യം വലിപ്പമുള്ള കിടുക്കാറ്റിയ സാധനം. ഉണ്ടാക്കണ ഫാക്ടറി പോയി നമ്മൾ നല്ല പിടയ്ക്കണ സാധനം എടുത്തുകൊണ്ട് വന്നേക്കാണ്. അപ്പോൾ എന്താ ഇത് വെച്ചിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, റബ്ബർ ബാൻഡ് വേഴ്സസ് പല പല സാധനങ്ങൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ കാണുന്ന ഓരോ റബ്ബർ ബാൻഡും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബർ ബാൻഡാണ്. പക്ഷേ ഈ കാണുന്ന റബ്ബർ ബാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. കാരണം നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഒരെണ്ണമൊക്കെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടാനൊക്കെ പറ്റും. പക്ഷേ ഇത് ഒരുപാട് റബ്ബർ ബാൻഡ് ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ ഇത് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ്, എന്നതിലൊരു സയൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങിയാലോ പരിപാടി. അപ്പോൾ അത് നമ്മുടെ റബ്ബർ ബാൻഡ് വെച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ കാട്ടിത്തരട്ടെ. അപ്പോൾ ആദ്യമായി നമ്മുടെ എരിയാവാനായിട്ട് പോകുന്നത് നമ്മുടെ ഷിബുമോനാണ്. ഷിബുമോൻ എന്ന് പേരുള്ള നമ്മുടെ തണ്ണിമത്തനിലേക്കാണ് നമ്മുടെ ഈ റബ്ബർ ബാൻഡ് നമ്മൾ ആദ്യം പരീക്ഷിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മൾ ഇത്തിരി സോഫ്റ്റിൽ നിന്ന് തുടങ്ങും. സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ക്യാനാണ് നമ്മൾ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂളർ വരുന്നുണ്ട്, പിന്നെ ഒരു കസേര വരുന്നുണ്ട്. ഫൈനലി നമ്മൾക്ക് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരു ഫ്രിഡ്ജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മളെ റബ്ബർ ബാൻഡിന് ചളുക്കി തകർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെന്റ് നടക്കില്ല. അപ്പോൾ എക്സ്പെരിമെന്റ് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആദ്യം റബ്ബർ ബാൻഡാണ്. അപ്പോൾ ഇത് നമ്മുടെ റബ്ബർ ബാൻഡ് അരച്ചരിച്ചിട്ട് നേരിരിക്കും ഫ്രിഡ്ജ് നേരിരിക്കി. ഓ എടാ, റബ്ബർ ബാൻഡ് എടുക്കാൻ പോയിനെ അവിടെ. എടാ അജോ അജോയ് അജോയ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റിംഗ്? അടിപൊളിയായില്ലേ? അപ്പോൾ അയ്യോ അവിടെ കയറത്തില്ല, ഇവിടെ കയറുന്നത് വിടേണ്ടത്. കുഴപ്പമില്ല, ദിവ അരി ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഷിബുമോനെ തകർക്കാനുള്ള റബ്ബർ ബാൻഡാണ് ഇത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത്ര റബ്ബർ ബാൻഡിൽ തകരുമെന്ന് നോക്കാം നമ്മൾ ഷിബുമോൻ. അപ്പോൾ നോക്കിയാൽ ചുമപ്പ്, ഓറഞ്ച്, പച്ച, മഞ്ഞ തുടങ്ങിയ പല വർണ്ണങ്ങളുള്ള റബ്ബർ ബാൻഡാണ് നമ്മൾ ഇന്നത്തെ ഈ എക്സ്പെരിമെൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷിബുമോനെ സങ്കടം ഉണ്ടാ, ഇതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാമാരെ ഇത് ഈ റബ്ബർ ബാൻഡുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പച്ചയെന്ന് തുടങ്ങാം. പച്ച പച്ച പിടിച്ചോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 2 രൂപയാണ് ഇടുന്നത്. അപ്പോൾ 1 2 3 എത്ര റബ്ബർ ബാൻഡ് ഇത് താങ്ങുമെന്ന് ഒരു പെടുത്തൂല കേട്ടോ നമുക്ക്. 5 10 10 യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ 100 പിടിക്കാൻ പോകുന്നത് കേട്ടോ. അമ്പതായിട്ടും കുഴപ്പങ്ങളൊന്നുമില്ല. 51 72 അതന്നെ. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് എത്ര എണ്ണത്തിൽ പൊട്ടുമെന്ന്. 73 98 99 100. അങ്ങനെ 100 റബ്ബർ ബാൻഡ് വന്നിട്ടും ഇതുവരെ ഒന്നും സംഭവിക്കാതെ നമ്മുടെ തണ്ണിമത്തൻ സ്ട്രോങ് ആയി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഡബിൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ തണ്ണിമത്തൻ, നമ്മുടെ ശശികുട്ടനല്ല നമ്മുടെ ഷിബുമോൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുകയാണ്. മച്ചന്മാരെ, ലിറ്ററലി നമ്മുടെ തണ്ണിമത്തൻ, അതായത് നമ്മുടെ ഷിബുമോൻ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവം 200 റബ്ബർ ബാൻഡ്, ഹൈ ടെൻഷനുള്ള 200 റബ്ബർ ബാൻഡ് വന്നിട്ടും ഒരു അനക്കവും പറ്റിയിട്ടില്ല നമ്മളുടെ ഈ കാണുന്ന ഷിബുമോനിട്ടാ. പിടിക്കണ്ടേ നമുക്ക് മോനെ? അപ്പോൾ ഇനി 5 എണ്ണം വെച്ചാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 205 എത്ര എണ്ണത്തിൽ പൊട്ടും നോക്കട്ടെ നമുക്ക്. ഞാൻ പറയുന്നത് 300 എണ്ണത്തിൽ പൊട്ടുമെന്ന്. 210 300. അങ്ങനെ 300 റബ്ബർ ബാൻഡ് അടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ലടാ, സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച്. അങ്ങനെ മഴയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയേക്കാണ്. നല്ല മഴയായിരുന്നു കേട്ടാ. 400. ആരോ 400 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? 410 അല്ലേ? നമ്മുടെ ഒരു സൂത്രം ചെയ്യണം. പട്ടന്ന് പൊട്ടിക്കാനായിട്ട് 5 എണ്ണം വെച്ച് 5 എണ്ണം വെച്ച് നമ്മൾ സെറ്റാക്കി ഇടുകയാണ്. 5 എണ്ണം വെച്ച് സെറ്റാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് കൗണ്ടിൽ പൊട്ടണമെന്ന് അറിയാൻ പറ്റും. 500. ഞാനും തോറ്റൂടാ. ഓ മൈ ഗോഡ്, നോ റിസൾട്ട്. 500 റബ്ബർ ബാൻഡ് കയറിയിട്ടും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ചളു. സാധാരണ നമ്മളുടെ ഒരു
ചിന്ത വെച്ചൊരു 200 റബ്ബർ ബാൻഡ് അത്ര എത്തുമ്പോഴേക്ക് പൊളിഞ്ഞ് നാശമെന്ന് വിചാരിച്ച തണ്ണിമത്തൻ ഒരു കുഴപ്പമില്ലാണ്ട് 500 റബ്ബർ ബാൻഡ് കഴിഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പോക്ക് ഞെട്ടിച്ചളഞ്ഞു നമ്മളെ ഞെട്ടിച്ചളഞ്ഞു. അങ്ങനെ മച്ചാമാരെ 500 റബ്ബർ ബാൻഡ് കയറിയ തണ്ണിമത്തൻ നോക്കി ഞാൻ റബ്ബർ ബാൻഡ് കയറിയത് അറിഞ്ഞിട്ട് പോലില്ല എന്നുള്ള മൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത സെറ്റ് തുടങ്ങാണ്. 505 995 എൻ്റെ അമ്മ 995 5 കയറി 1000 റബ്ബർ ബാൻഡോ 1000 ഓ കൈഡി 1000 റബ്ബർ ബാൻഡുകളെ നമ്മളുടെ ഷിബുമോൻ തരണം ചെയ്തിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ ഷിബുമോൻ, നിങ്ങളിൽ ഞാൻ ഒരുപാട് ഫ്യൂച്ചർ കാണുന്നുണ്ട്. നല്ലൊരു കുട്ടിയാണ്, ഉയരങ്ങളിലെത്താൻ സാധിക്കും. അപ്പം മച്ചാന്മാരെ ഒരു തണ്ണിമത്തിനും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സുവർണ നിമിഷത്തിലാണ് നമ്മുടെ തണ്ണിമത്തിന് എത്തിയിരിക്കുന്നത്. 1250 റബ്ബർ ബാൻഡ് കയറിയിട്ടും ഇപ്പോഴും പുലിക്കുട്ടി പോലെ നിൽക്കുകയാണ്. പക്ഷെ പുലിക്കുട്ടീനെ നമ്മളിപ്പോൾ പൂച്ചക്കുട്ടി ആക്കും എടുക്കടാ. 1445 അയ്യോ 1400 എവിടെ അയ്യോ 1445 അല്ലേ? 1445 നമ്മുടെ തണ്ണിമത്തൻ അയ്യോ സ്ലോ മോഷനിലൊക്കെ പൊട്ടരുത്. ആ പൊട്ടട്ടെ പൊട്ടട്ടെ വേണ്ട, നമുക്ക് ഈ ലൈവില് കാണാം, അതൊരു രസം. ആ പൊട്ടട്ടെ, പുട്ട് റെഡിയായി പൊന്തി വരുന്നുണ്ട്. സബാഷ് മൈ ബോയ്. ഓ സ്ലോ മോഷനില്, ഓ മറ്റേ തണ്ണിമത്തൻ വായ തുറക്കാണ്. ആ പോരട്ടെ, അടുത്തേക്ക് വന്നടാ, അടുത്തേക്ക് വന്നടാ. ഓ ഇപ്പുറത്തേക്ക് കൂടിയോ ടാപ്പ് തുറന്ന് വെള്ളം വന്ന്. നല്ല മധുരമുണ്ട്, കൊള്ളാല. ഉള്ളിന്ന് മറ്റേ ഇതൊക്കെ വരൂലേ, ഏതൊരു ജീവ ആയ തുറന്നിട്ട്. അമ്പോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് പൊട്ടിത്തെറിക്കില്ല. ഇതുപോലെ അറിയരുതട്ടാ. എടാ എന്നെ കൊല്ലാനുള്ള പരിപാടി ഇരുന്നില്ലടാ. വേറെ മൂടിലേക്ക് പൊട്ടത് ഇപ്പൊ ഇങ്ങോട്ട് തലറിഞ്ഞു വീഴും. നേരെയാക്കി വെക്കണോ? 2 സൈഡിൽ നിന്നൊക്കെ പൊട്ടിയുണ്ട്. എന്നിട്ട് നടു എന്താണത്? ഇതെനിക്ക്. അപ്പൊ നമ്മ എത്ര പേരുണ്ട്? എന്റെ അമ്മേ എന്തുണ്ടായേ? ഇടിച്ചറന്ന് ബോള്, റബ്ബർ ബോള്. എന്റെ അമ്മേ സാധനം വെച്ചിട്ട് കീറുണ്ടാ. സ്വർഗം കണ്ട്. ഓ എന്നെ ആശുപത്രി കൊണ്ടുപോടാ, എന്നെ ആശുപത്രി കൊണ്ടുപോടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. കളിക്കാനുള്ള റബ്ബർ ബോൾ ആയിട്ടുണ്ട്. ആയിട്ടോ റബ്ബർ ബോൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ് വാവ്. എടാ ഇതൊരു 5 കിലോ എടുത്തിട്ടുണ്ടോ? 5 കിലോ ഇല്ല, ഒരു 3 കിലോ ഉണ്ടാവും. എടാ ഇത് നോക്ക്, നീ ഇത് നോക്ക്, വിരിഞ്ഞേക്കണ നോക്ക് എങ്ങനെയാന്ന്. അപ്പം മച്ചന്മാരെ ഇത് അങ്ങനെ നമ്മുടെ റബ്ബർ ബാൻഡ് ഇട്ടുള്ള തണ്ണിമത്തൻ പൊട്ടിക്കൽ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1000 എത്രയാണെന്നടാ? 1300 ഒക്കെ കഴിഞ്ഞു അല്ലേ? 1390, 1300, 1400 അടുത്താട്ടെ. 1400 അടുത്ത് റബ്ബർ ബാൻഡാണ് ഈ കാണുന്നത്. നോക്കി നല്ല കട്ടി സെറ്റപ്പായിട്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷേനേക്കാളും കൂടുതൽ ഇതിന് വേണ്ടി വന്നു.
അപ്പോൾ നമ്മൾ തൽക്കാലം ഈ അടുത്ത സെറ്റപ്പിലേക്ക് പോവാണ്. ഇത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ അടുത്ത മത്സരാർത്ഥിനെ നമുക്ക് വിളിക്കാം. അങ്ങനത്തെ തണ്ണിമത്തൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ സ്വന്തം ക്യാൻ. ഇത് പെട്ടെന്ന് ആവുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 100 എണ്ണം 200 എണ്ണം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് 100 എണ്ണത്തിലൊക്കെ ചെളുക്കാൻ പറ്റും തോന്നുന്നു. പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേരത്തെ തണ്ണിമത്തൻ ഞെട്ടിച്ച പോലെ ഇത് ഞെട്ടിക്കാന്ന് അറിയില്ല. തുടങ്ങാം, നമുക്ക് നോക്കാം എന്താവുന്നു. അപ്പൊ മച്ചാമാരെ ഇത് തുടങ്ങാണ്. അപ്പൊ അതേ നമ്മുടെ ക്യാനിലെ പണികളാണ് കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ ഇട്ട് തുടങ്ങാണ്. മോനെ പിടിച്ചോടാ. ഇത് നേരത്തെ പോലെ അല്ല കേട്ടോ, ഇച്ചിരി പണി കൂടും നമുക്ക്. 5 10 695 700. അങ്ങനെ മച്ചാമാരെ നമ്മുടെ 725 റബ്ബർ ബാൻഡ് കയറിയപ്പോൾ നമ്മുടെ സുനാപ്ലി പകുതിയോളം ചളിങ്ങിയിട്ടുണ്ട്. എന്തായാലും 800 ഒക്കെ എത്തുമ്പോഴേക്കും പ്ലിങ്ങി സെറ്റ് ആവും. നമ്മുടെ 830 റബ്ബർ ബാൻഡ് വന്നപ്പോ 840 നോക്കി 840 ഇപ്പൊ ചെളിങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 900 വരെ നിർത്താം. 900 നിർത്താം നമുക്ക്. 900 അപ്പൊ 900 റബ്ബർ ബാൻഡ് വന്നപ്പോ ഇതാണ് കേട്ടോ നമ്മളുടെ കുപ്പിയുടെ അവസ്ഥ. കുപ്പിയല്ല, ഫാനിന്റെ അവസ്ഥ. ഇത്രത്തോളം ചെളിങ്ങി പ്ലിക്കി കളഞ്ഞു കേട്ടോ. അതിനെ പ്ലിക്കി ഇല്ലാണ്ടാക്കി കളഞ്ഞു കണ്ടാ. ഓ സംഭവം നമ്മള് ഇതിങ്ങനെ ഭയങ്കര ക്രഷ് ആവുന്ന വിചാരിച്ചു. നമ്മളൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ മൊത്തം ചളഞ്ഞു. തെർമോക്കോൾ കട്ടിംഗ് ബ്ലേഡ് നമുക്കിങ്ങനെ അപ്പൊ ഇത്രത്തോളം റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ചെളുക്കി. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാട്ടെ എന്താവുന്നു. അപ്പൊ നമ്മളെ റബ്ബർ ബാൻഡ് കട്ട് ചെയ്യണേ. ഓ സംഭവം നോക്കി, നമ്മുടെ ബ്ലേഡിന് മുറിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ വെക്കുമ്പോഴേക്കും പോയനെ. Come on. Wow. ദേടു നമ്മുടെ റബ്ബർ ബാൻഡ് മുറിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഇത് ഇത്രോ അധികം ചെളുക്കിയിട്ട് ആ റബ്ബർ ബാൻഡ് ഈ ക്യാനെ നമ്മുടെ വാട്ടർ ക്യാനെ അങ്ങോട്ട് ചെളുക്കില്ലാണ്ടാക്കി പോയി. നമ്മളൊരാൾ പിടിച്ച് ചെളുക്കിയാലൊന്നും ഇങ്ങനെ ചെളുങ്ങില്ല. ഇതേ റബ്ബർ ബാൻഡ് മുറിച്ചത് നോക്കി, നല്ല അട്ടിക്ക് കിട്ടിയിട്ടുണ്ട് നോക്കി. വാവ്, അടിപൊളി. അങ്ങനെ നമ്മുടെ ക്യാനിന് ശേഷം നമ്മൾ അടുത്ത അവതരിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം കൂളർ. അപ്പോൾ ഈ കാണുന്ന കൂളറിനെ നമുക്ക് റബ്ബർ ബാൻഡ് കൊണ്ട് തകർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പണി തുടങ്ങാം. അതിന് മുമ്പ് പ്രഡിക്ഷനിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ പറയുന്നു ഒരു 1300. 1200. പ്രവീൺ 1500. ഇത് അവനാ കാണിച്ചേ 1600. ഞാൻ 1200 കേട്ടാ. തുടങ്ങാപ്പാ. 5 10 15 80. മറ്റേ അത്ര എളുപ്പമല്ല ഇത് പൊക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രഷർ കൂടുതലുണ്ട് കൈമേക്ക്. അടുത്തതായി അവസാനം എന്താ? 1000. അങ്ങനെ 1000 റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ കൂളറിന്റെ അവസ്ഥ ഇതാണ്. ഇത് നമ്മളിനി ഇതേ ഒന്ന് ഷോക്ക് ടെസ്റ്റ് കൊടുക്കാൻ പോവാണ്. ഷോക്ക് ടെസ്റ്റ് കൊടുത്താലോ? എന്താ പിടിച്ചോ? ഓ റബ്ബർ ബാൻഡിൽ അപ്പൊ അവരൊന്നും ഷോക്ക് ടെസ്റ്റിന് കേട്ടാ. ഇരിപ്പ് നോക്കി. പിന്നെ വേറൊരു കാര്യം, ഇത് വർക്ക് ചെയ്യുന്ന കൂളറല്ല, ഇത് നമ്മൾ ആക്രിക്കടയിൽ നിന്നും 35 രൂപ തകർന്നെടുക്കാണ്. പങ്കിയൊക്കെ തകർന്നെടുക്കാണ്. ഇത് വർക്കിംഗ് കണ്ടീഷൻ ഒന്നല്ല കേട്ടാ. ഇതൊക്കെ മറ്റേ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് ജാംബുവാന്റെ ടീംസിന്റെ വാങ്ങിയതാണ്.
അടിക്കട്ടെ. ആ എന്താണ് അതിന്റെ ഉള്ളിൽ വാട്ട് ഇൻസൈഡ്. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു. അടിക്കാൻ വേണോ? ഒറ്റ അടിക്കില്ല തലക്കടിക്കേ അതടിച്ചോ പൊളിയൂലല്ലേ. ഹൈ പ്രഷർ ഹൈ ഡെൻസിറ്റി ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊളിയൊന്നുമില്ല. പെങ്കിനൊക്കെ ആ പെങ്കിനുണ്ടോ ലോഗോ കഥ പറഞ്ഞിരിക്കല്ലേ. ഇതല്ല നമ്മുടെ മെയിൻ. ഇനി അടുത്ത ആളാണ് നമ്മുടെ മെയിൻ. ഇത് ഇവനൊക്കെ വെറുതെ സാമ്പിള്. ഇനി വരുന്നു നമ്മളുടെ സ്വന്തം ഫ്രിഡ്ജ്. ഈ കാണുന്ന ഫ്രിഡ്ജിനെ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്താ ഒന്ന് കാണണ്ടേ? ടെസ്റ്റ് തുടങ്ങിയാലോ? അങ്ങനെ മച്ചാന്മാരെ ഇത്ര നേരം കുഞ്ഞു സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ റബ്ബർ ബാൻഡ് ടെസ്റ്റ് നടത്തിയതെങ്കിൽ ഫൈനലി നമ്മൾ അടുത്തതായി ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ഫ്രിഡ്ജ് കുട്ടനെയാണ്. അപ്പോൾ ഫ്രിഡ്ജ് കുട്ടനെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റബ്ബർ ബാൻഡിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ അത് ഇത്ര വരുന്നുള്ളൂ അല്ലേ. ചെറിയ റബ്ബർ ബാൻഡാണ് ഇത്. നമ്മൾ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ഡോറുമേക്ക് പോലും എത്തുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സൂത്രപ്പണി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സൂത്രപ്പണി. വേറെ ഒന്നല്ല, നമ്മുടെ റബ്ബർ ബാൻഡിനെ നമ്മൾ ലോക്ക് ചെയ്ത് ഒരു 4 റബ്ബർ ബാൻഡ് വെച്ച് നമ്മളിതേ ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റബ്ബർ ബാൻഡ് അല്ല, നമ്മുടെ ഒരു ലോഡ് റബ്ബർ ബാൻഡ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ 4 എണ്ണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈ ഉണ്ട്, ആ ടൈ വെച്ച് നമ്മളിതേ ഇതിനെ ലോക്ക് ചെയ്യും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു റബ്ബർ ബാൻഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ കണ്ട വലിയ റബ്ബർ ബാൻഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇടാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ റബ്ബർ ബാൻഡും സെറ്റാക്കി എടുക്കണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ എടുക്കുന്ന പണിയാണ്. അപ്പോൾ ഈ റബ്ബർ ബാൻഡൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് നോക്കാം ഇനി. അങ്ങനെ മച്ചന്മാരെ നോക്ക്, നമ്മുടെ റബ്ബർ ബാൻഡുകൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4000 റബ്ബർ ബാൻഡുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. 4000 എണ്ണം. അപ്പോൾ 4000 എണ്ണം നമ്മുടെ ഫ്രിഡ്ജ് താങ്ങൂല്ലെന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം എന്തായാലും നമ്മുടെ ഈ റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഓരോ സെറ്റിലും 4 റബ്ബർ ബാൻഡ് വെച്ച് ഓരോ ടൈ ഇട്ട് സെറ്റാക്കി എടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കുട്ടിന് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന പണി താങ്ങൂലേ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 സെറ്റ് റബ്ബർ ബാൻഡ് വെച്ച് ഇറക്കി കൊടുക്കുകയാണേ. ഓക്കെ, കറക്റ്റ് നടുക്ക് വരട്ടെ. ചളങ്ങുമ്പോ പ്ലിങ്ങൂന്ന് സൗണ്ട് വരണം. അതന്നെ. ആ ഇത് ഇങ്ങനെ എടുത്താൽ മതിയല്ല നമ്മള്. മതി. അപ്പം മച്ചാന്മാരെ 100 റബ്ബർ ബാൻഡ് നമ്മളിതിൽ കയറ്റി. 100 എന്ന് വെച്ചാൽ 400 റബ്ബർ ബാൻഡ് കയറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് ചളുക്കോ പിളുക്കോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അടുത്ത സെറ്റ് 100 കയറ്റി നോക്കുക എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ഇടാനുള്ള 100 റബ്ബർ ബാൻഡ് ആണ് ഇത്. നമ്മൾ 100 വെച്ച് സെക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. കണ്ട, നല്ല അട്ടിക്ക് 100 ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത സെറ്റ് ഇടൽ പരിപാടികൾ തുടങ്ങുകയാണ്. അടുത്ത ടീം വരൂ. അങ്ങനെ 300 റബ്ബർ ബാൻഡ് കഴിഞ്ഞിട്ടും നമ്മുടെ ഫ്രിഡ്ജിന് ഒരു അനക്കൂല. ഫ്രിഡ്ജ് ഇതൊരു അരഞ്ഞിട്ട് പോലുമില്ല റബ്ബർ ബാൻഡ് ഇട്ടത്. പക്ഷേ നമ്മൾ വിടുന്നില്ല. അടുത്ത സെറ്റ് കൊടുക്കുകയാണ്. തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് കൊടുക്കുകയാണ്. 301 അകലെ അകലെ സമയമുണ്ട് ഇനി. ഓരോന്നാണ് താനിപ്പുറത്തുനിന്ന് അത് ഈ പണ്ടാറുള്ളതുകൊണ്ടാണ് ഈ പിടി. കാല് കൊല്ലാണ് ഇയാള്. ഇയാൾക്ക് വേനെടുക്കണല്ലേ. ഇത് റെക്കോർഡാണ് പറഞ്ഞൂടാ. അപ്പോൾ 400 റബ്ബർ ഒരു സൗണ്ട് കേട്ട് 400 റബ്ബർ ബാൻഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ. എന്തോ ഒരു ചെറിയ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഏതോ സംഭവം അറിഞ്ഞൂടെ, ഒരു അനക്കില്ല. ഇവിടെ നീ നോക്കിയടാ, ഈ സൈഡൊക്കെ ചളിങ്ങി. 4 മൂലയും ഇതുപോലെ ചളിങ്ങി തുടങ്ങിക്കണ്ട. ചളിങ്ങി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ ആ ഒരു പ്രഷർ വന്ന് കണ്ട ചളിങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4 മൂല ഇപ്പോൾ ചളിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി റബ്ബർ ബാൻഡ് കൂടി നമുക്ക് ഇട്ടങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അങ്ങനെ 3000 റബ്ബർ ബാൻഡായിട്ടാ ഇപ്പോൾ പൊട്ടും.
ആയ് 3000 റബ്ബർ ബാൻഡ് ആയപ്പോൾ തന്നെ ഇതേ സൈഡൊക്കെ നോക്കിയാൽ നല്ല രീതിക്ക് ചളുങ്ങി കണ്ട അടിയിലേക്ക് ഇരുന്നു. ഓക്കെടാ നല്ലോണം ഷ്രിങ്കായി തുടങ്ങിയടാ. അമ്പോ ഇതേ നോക്കി ആ ഇട്ടിട്ട് പോണതിനനുസരിച്ച് അത് ചളുങ്ങി വരുന്നുണ്ടാ. 3000-ൽ കൂടുതൽ റബ്ബർ ബാൻഡ് വേണ്ടി വന്നു നമുക്ക് ഇത്രയും ചളുക്കി എടുക്കാൻ. ഇവിടെ ഗ്യാപ്പൊക്കെ ഡോറിൽ പ്ലിങ്ങി പോയിട്ട് ഇവിടെ ബാക്കി കൂടി ഇട്ടങ്ങോട്ട് ചളുക്കി പൊളിച്ചാലാ പിടിക്കുവാനെ. ആ പ്ലിങ്ങി കൈമ ഇടയ്ക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് പൊട്ടും, അപ്പോൾ നമുക്ക് സുഖം കിട്ടും. കേട്ടോ പൊട്ടി ചളങ്ങും. മതി. ഞാനൊരു സൂത്രം കാണിച്ചു തരാം, ചിരിക്കരുതേ. അയ്യോ അതെ ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലിട്ട് ഇരുത്തിയാർത്ഥികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പക്ഷെ എൻ്റെ പൊന്നോ 5000-ന് മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവസ്ഥ നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ എടാ എന്തുട്ടാടേ കാണണേ. ഫ്രിഡ്ജ് ഇങ്ങോട്ട് പ്ലിങ്ങിപ്പോയി. ഫ്രിഡ്ജ് പ്ലിങ്ങി ഇല്ലാണ്ടായടാ. എൻ്റെ പൊന്നോ നോക്കി കട്ടി നോക്ക്. പക്ഷെ എൻ്റെ പൊന്നോ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ നോക്കിയടാ. ഇതൊരാളുടെ മേത്തനോടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. പക്ഷെ എൻ്റെ ദൈവമേ എല്ലാം പുറത്തേക്ക് വന്ന് അതിൻ്റെ ജീവൻ പോയടാ. അതിൻ്റെ അത് മരിച്ച് ഇതോടുകൂടി ഈ ഫ്രിഡ്ജ് മരിച്ചതായി നമ്മൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 5000-ന് മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏത് കൂളറ് അവനിങ്ങോട്ട് വിളിക്കൂ. പക്ഷെ എൻ്റെ പൊന്നു സത്യം പറയല്ല മരിച്ചു. ദേ അതും ഇതുപോലെ തന്നെ പ്ലിങ്ങിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നു എന്തിട്ട് കാണണേ. രണ്ടുപേരുടെ അവസ്ഥ നോക്ക്. റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എടാ ഇത് നമുക്ക് അരിഞ്ഞു നോക്കിയാലടാ. ഫ്രിഡ്ജ് റീഗെയിൻ ചെയ്താൽ നോക്കാം. നമുക്ക് സ്ട്രക്ചർ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. നമുക്ക് എടുത്ത് മാറ്റുവാണ് കൂളർ മാറ്റി. ആദ്യം നമുക്ക് ഏതരിയണം. ഓക്കെ അപ്പോൾ നമ്മളിത് അരിയാൻ പോവാണേ. ആദ്യം നമുക്ക് കൂളറിൻ്റെ അരിയാം. വാവ് ബ്ലേഡ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ആയതുകൊണ്ടേ. വാവ് അങ്ങനെ നമ്മുടെ കൂളറിൻ്റെ അവസ്ഥ ഇതാണ്. ത്രോ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ മെയിൻ താരം ഫ്രിഡ്ജിനെ അരിയാം നമുക്ക്. അടുത്തതായി നമ്മുടെ ലെജൻഡറി ഫ്രിഡ്ജിനെ ഇട്ട റബ്ബർ ബാൻഡ് നമ്മൾ അറക്കാൻ പോവാണേ. വേണേ അറക്കട്ടെ? ഓക്കെ. ഓ തിരിച്ച് ഫ്രിഡ്ജാവോ? പൊട്ടിത്തെറിക്കോടാ. ഓ എന്തോടത് അറുത്തിട്ട് തീരണില്ലല്ല. ഓ ഓ എൻ്റെ പൊന്നു എടാ ചളങ്ങിയേക്കണ നോക്കിയാൽ എങ്ങനെയാന്ന്. ശരിക്കും നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ പ്ലിക്കി കൂട്ടൂലേ അതേപോലെ. ആ ഫ്രിഡ്ജിന് എന്തെങ്കിലും ഉണ്ടാ നോക്കൂ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നോക്കിയാടാ പൊളിഞ്ഞടാ വട്ടം പ്ലിങ്ങിപ്പോന്ന് മൊത്തത്തിൽ. ഡോറൊന്നുകൂടി അടച്ചേ. ആഹാ അടയാള. ഇനി എനിക്ക് ആ ഡോറിൻ്റെ ഷേപ്പാണ് ഇഷ്ടമായത്. ചളങ്ങി അടഞ്ഞു. അങ്ങനെ വിശ്വഖ്യാതമായ റബ്ബർ ബാൻഡ് ഫ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5000 റബ്ബർ ബാൻഡ്. 5000 റബ്ബർ ബാൻഡ് അല്ലട്ടാ, ഒരു സെറ്റിൽ 4 എണ്ണം വെച്ച് 4 അപ്പം എത്ര 20,000 റബ്ബർ ബാൻഡ് ഇട്ടാ. 20,000 റബ്ബർ ബാൻഡ് നമ്മൾ വട്ടമിട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. എൻ്റെ പൊന്നു റബ്ബർ ബാൻഡുകളുടെ കമനീയമായ ശേഖരമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നു നമ്മൾ തന്നെ പറക്കണം. ഒമ്മേ ഇത് അടയ്ക്കാൻ പറ്റൂല ടീനി പ്രവി പാവ ഫ്രിഡ്ജ് നോക്കിയട അതിൻ്റെ അവസ്ഥ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് കൂടി എടുത്താ ഒരു സന്തോഷം കിട്ടി തോന്നുന്നു. തോണിയായിട്ട് എടുത്തു നീ. അപ്പൊ ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ പോയി. എന്ത് പരിച
പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ ഇത് കിട്ടിയായിരുന്നെങ്കിൽ അമ്പൊക്കെ നെഞ്ചത്തോണ്ടി ചത്തേനെ. അപ്പോൾ സംഭവം ഇന്നത്തെ എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിന്നും ഞാനൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചീത്തോളൂ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ടപ്പോൾ അതിനുണ്ടായൊരു എന്താ പറയുക, ആ ഒരു പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, അത് കാരണമാണ് ഇങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ചളുങ്ങിപ്പോയത്. ഫ്രിഡ്ജല്ല, ഇത് ഏത് സാധനമാണെങ്കിലും അത് ഒരെണ്ണൂട്ട ചളുങ്ങൂല. പക്ഷേ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെസ് കൂടി അതിന് ശരിക്കും അതിനെ ചുരുക്കി അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയായിരുന്നു. അങ്ങനെ പ്ലിങ്ങി പോയ നമ്മുടെ ഫ്രിഡ്ജാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുമയുണ്ടെങ്കിൽ എന്തും നേടാന്ന് പറയുന്ന പോലെ ഒരു റബ്ബർ ബാൻഡിനാണെങ്കിൽ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് റബ്ബർ ബാൻഡുകൾ ഒരുമിച്ച് നിന്നപ്പോൾ അതിനേക്കാളും സ്ട്രെങ്ത് ഉള്ള ഈ ഒരു ഫ്രിഡ്ജിനെ ചളുക്കാൻ പറ്റി. ഞാനൊരു മെസ്സേജ് കൊടുത്തല്ലേ, നന്മ. ഇതിൽ ഞാൻ നന്മ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. എടാ എന്തുവാണ് ഇത് ഓരോ പാർട്സായിട്ട് ഊരി എടുത്തോണ്ടിരിക്കാനുള്ള ഇത് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ മച്ചാൻ വരെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, ഒരു ഫൺ എക്സ്പെരിമെന്റ്, നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എക്സ്പെരിമെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് സങ്കടമൊന്നും ആയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. പാവം ഫ്രിഡ്ജല്ലേ, മെറ്റൽ ബോഡിയാണ്, മെറ്റൽ ബോഡി മീൻ വളർത്താൻ വേണമെങ്കിൽ നടന്നതല്ലേ ഇതിലല്ലേ, ഇനി നന്നാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ മരത്തിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ ടീം M4 ടെക്നോളജി,